ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅ്തിബാരി മാക്കാന എവിടുന്നാ പോരുന്നത്? സബവിയത്ത് പോലെ, മുസവ്വിയത്ത് പോലെ, മുജാവറത്ത് പോലെ, കുല്ലിയത്ത് പോലെ, ബാലിയത്ത് പോലെ. വഅ്തിബാരി മാക്കാന കഴിഞ്ഞു പോയതിനെ പരിഗണിക്കും പോലെയും. ഇത്തിബാർ കമാന എന്ന് ആരാണ് അറബിയിലാണ് പറയില്ല. പിന്നെ മലയാളം ഒന്നും ഇങ്ങനെ പറയില്ല. മാക്കാൻ ഇത്തിബാർ ചെയ്യാന്നാ പറയില്ല. ഇനി ഇത്തിബാരി മായക്കൂന്ന് ഇനി വേഗിൽ വരുന്നുണ്ട്. മഊലുലി ഇത്തിബാർ ചെയ്യാൻ മുമ്പ് ഉണ്ടായിരുന്നതിനെ ഇപ്പം തന്നെ പറയാം. മുമ്പ് കഴിഞ്ഞു പോയിണ്, അതിനെ പരിഗണിച്ചിട്ട് ഇപ്പോഴും അതിനാ വാക്ക് തന്നെ പറയാം. പിന്നെ വാത്തുല്യത്താമ അംവാലുഹും, ആത്തുല്യത്താമ അംവാലുഹും. അപ്പോൾ ഇവിടെ അല്ല പറഞ്ഞ എന്താ പറയുക, യത്തീമീങ്ങൾക്ക് അവിടെ സമ്പത്ത് നിങ്ങൾ ബുലുഗായ കൊടുക്കണം. ഇവിടെ നോക്കി നിങ്ങൾ ഫൈനൽ യത്തീമ, നിശ്ചയം യത്തീം എന്ന വാക്ക് ഫിൽ ഹക്കീക്കത്തി അതിൻ്റെ ഹക്കീക്ക മാന വെച്ച് നോക്കുകയാണെങ്കിൽ അല്ല സഗീറുല്ലദീ ലാ അബലഹു, പിതാവ് ഇല്ലാത്ത മരണപ്പെട്ടു പോയ സ്വഗീറിനാണെന്ന് പറയൽ യത്തീമുകാരിൽ. വസ്തു വില ഇവിടെ ഉപയോഗിക്കപ്പെട്ടു ഫിൽ ബാലിഗി, പ്രായപൂർത്തിയായവനെ പറ്റി ഉപയോഗിക്കപ്പെട്ടു യത്തീമ്. ലി അലാക്കത്തി എത്തിബാരി മാക്കാന, ലി അലാക്കത്തി എത്തിബാരി മാ ഒന്നിനെ പരിഗണിക്കുന്ന എന്ന് വന്നിട്ടുണ്ട്. അതിന് വേണ്ടി കാന ഈ യത്തീമ ഈ ബാലിഗ് ആയിരുന്നു അലൈഹി ആ ഒരവസ്ഥേൻ്റെ മേലായിരുന്നു കബല ബുലൂഗിൻ്റെ മുമ്പ്. ബുലൂഗിൻ്റെ മുമ്പ് ആ കുട്ടി യത്തീമേനല്ലോ. അത് പരിഗണിച്ചിട്ട് ഇപ്പോഴും അവനെ പറ്റി എന്ത് പറഞ്ഞു? യത്താമാന്ന് പറഞ്ഞു. യത്തീമീങ്ങൾ മനസ്സിലല്ലേ? നമ്മൾ സ്റ്റീൽ ഗ്ലാസ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ സ്റ്റീൽ ഗ്ലാസ്, ഫൈബർ ഗ്ലാസ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ മാക്കാനെത്തി പറയും. ആദ്യ കാലങ്ങളിൽ ഈ സാധനം ഗ്ലാസ് കൊണ്ടേ ഇറങ്ങിനെ, ചായയൊക്കെ കുടിച്ചിന് ആകൃതിയുള്ള ആ വാദത്തിന് അത് ഗ്ലാസ് കൊണ്ടേ ഇറങ്ങിനെ. പിന്നെ പിൽക്കാലത്ത് പിന്നെ അത് സ്റ്റീലിൽ ആ രൂപത്തിൽ ഇറങ്ങൽ തുടങ്ങി. ആ രീതിയിൽ ഇങ്ങനെ പിന്നെ ഫൈബർ കൊണ്ടൊക്കെ ഇറങ്ങൽ തുടങ്ങി. അപ്പോൾ നമ്മളെന്താ പറയും? സ്റ്റീൽ ഗ്ലാസ് ഉണ്ടാവും. സംഗതി അങ്ങനെ മുഹാരല്ലേ, അങ്ങനെ സാധനമല്ലല്ലോ. അതുമാതിരി അത് ആ പരേതിനെ എങ്ങനെ ഇത്തിബാർ ഇങ്ങനെ പറഞ്ഞു പോകും, അതിനൊന്നും തെറ്റ് അറിയാൻ പറ്റൂല. പിന്നെ അവ ഇത്തിബാരിമായ ഊരുവിലേഹി ഏതിലേക്ക് അണഞ്ഞുകൂടുന്നുവോ അങ്ങനത്തെ തന്നെ ഇത്തിബാർ ചെയ്യുക. കമാഫി കൗലീത്ത നമ്മൾ പറയില്ല, പിന്നെ അപ്പം ചൂടുക, ചോറ് വെക്കുക എന്നൊക്കെ പറയില്ലേ, അരിയാണ്ട വെക്കുക, അപ്പോൾ ചോറാരല്ലേ. അപ്പോൾ പിന്നീട് അതെന്തായി മാറും എന്നത് ഇപ്പം തന്നെ പറയാം. കമാഫി കൗലിഹി ഇന്നി അറാനി അസുർ ഹംറൻ, ഞാനിങ്ങനെ പിഴിഞ്ഞെടുക്കുന്നതായി സ്വപ്നം കണ്ടു. എന്തിന്? ഹംറൻ. ഹംറിന് പിയ്യൂലല്ലോ, മുന്തിരിയാണ് പിയ്യൽ. മുന്തിരി എന്ത് ചെയ്യും? പിഴിഞ്ഞാണ്ട് എന്തായി മാറും? മുന്തിരിച്ചാറുണ്ടാക്കും. അപ്പോൾ രാജാവിലേക്ക് മുന്തിരിച്ചാറ് പിഴിഞ്ഞു കൊടുക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്നപ്പാ തടവ് പുള്ളി പറയണത്. അതിനയാൾ പറഞ്ഞത് ഹംറൻ എന്നാണ് പറഞ്ഞത്. ഹംറിനല്ല പറഞ്ഞത്, മുന്തിരിനെയാണ്. അതാ ഐ അസീറൻ യഊലുല കൗനിഹി ഹംറൻ, ഹംറായി മാറിലേക്ക് അണഞ്ഞു കൂടുന്ന അസീറിനെ പിഴിഞ്ഞു കൊടുക്കുക എന്നാണ്. പിന്നെ വനാബിഹ പോലത്തെ പോലെയും. ഇനി ഷാരിഹ് രണ്ടെണ്ണം പറഞ്ഞ ഹാലിയത്തും മഹല്ലിയത്തും അവളോട് കഴിഞ്ഞ്. മഹല്ലിയത്തിന് ഉദാഹരണം പറഞ്ഞുതരാം. മഹല്ലാവുക ഫൽയദ്ഉ, ആ അബൂജാഹിൽ എന്നാൽ വിളിച്ചോട്ടെ. ആരെ വിളിച്ചോട്ടെ? നാദിയഹു, അവൻ്റെ നാദിനെ വിളിച്ചോട്ടെ. നാദിനെ വിളിക്കൂല. നാദി എന്നായി അഹ്ലനാദീന്നാണ് ഉദ്ദേശിക്കുന്നത്. നാദിൻ്റെ ആളുകളെ വിളിച്ചോട്ടെ എന്നാണ്. ഈ അഹ്ലുകാരിക്കൽ നാദിയിലാണ്. നാദി എന്ന വെച്ചാൽ നാദി എന്ന് പറഞ്ഞാൽ അൽ മജ്ലിസു, ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലത്തിനാണ് തരല് നാദി അറിയുന്നത്, സദസ്സ് അറിയുന്നത്. ഈ സദസ്യർ എന്നാ ശരിക്കും എന്ത് ചെയ്യണേ പറയേണ്ടത്? ഈ സദസ്യർ ഇരിക്കുന്ന സ്ഥലത്തിനാണ് സദസ്സ് അറിയൽ. മനസ്സിലല്ലേ? അപ്പോൾ അഹ്ലുനാദിനെ വിളിക്കട്ടെ എന്നുള്ളിടത്ത് എന്തിനാ പറഞ്ഞു? നാദിനെ വിളിക്കട്ടെ എന്നുള്ള പറഞ്ഞിടത്ത് എന്തുണ്ട്? മഹല്ലിനെ ആണ് പറഞ്ഞിങ്ങാണ്ട് ഹാല് മുറാദ. ഞാൻ വിപരീതം വായിച്ചു. അവൽ ഹാലിയത്തി അരുടെ ലാമിന് ശബ്ദ് കാണും. ഹാലിയത്തി അതിൻ്റെ ഹാല്, അതിൻ്റെ ലാമിന് ശബ്ദ് ഉണ്ടോ? ഇട്ട് കൊടുക്കണം. ഹാല് മഹല്ല്. ഹാലിയത്ത് തന്നെ വേറെ, ഹാലിയാണ്, അത് ഹാലിയത്താണ്. പിന്നെ ഫീ റഹ്മത്തില്ലാ, ആ സജ്ജനങ്ങൾ അള്ളാൻ്റെ റഹ്മത്തിലാണ്. റഹ്മത്തിലല്ല, റഹ്മത്തിറങ്ങുന്ന സ്വർഗത്തിലാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആയൽ ജന്ന അല്ലത്തി തഹുല്ലു ഫീഹ റഹ്മത്തു, റഹ്മത്തിറങ്ങുന്ന ഇടമാകുന്ന സ്വർഗത്തിലാണ്. അപ്പം റഹ്മത്തിൽ എന്ന് പ്രയോഗിച്ചവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലല്ല, കാരുണ്യം ഇറങ്ങുന്ന ഭവനത്തിലാണ്. പിന്നെ
അയ നിഅമത്ത് എന്ന റഹ്മത്ത് പറഞ്ഞാൽ ഫഖദ് അത്തല ഉത്തരിക്കൽ ഹാലു ഇവിടെ ഹാലിൽ പറയപ്പെട്ടു, അല്ലെങ്കിൽ ഹത്തലക്കൽ ഹാല അള്ള ഹാലിനെ പറഞ്ഞു, വറാദൽ മഹല്ല മഹലിൽ ഉദ്ദേശിച്ചു, അക്സമാ കബലുഹു നേരത്തെ പറഞ്ഞ മിസാലിൻ്റെ നേരെ വിപരീതമായ നിലയിൽ. ഇങ്ങനെയൊക്കെ ഈ അലാഖത്ത് മുഷാബാത്തല്ലാത്ത ഏത് വന്നാലും മജാസ് മുർസലുൻ, അത് മജാസ് മുർസലാണ്. അയ്യുസമ്മാദ് ബിദാലിക്കാൻ മജാസ് മുർസൽ എന്ന് പേര് പറയപ്പെടുന്നതാണ്. അപ്പം മജാസ് മുർസലിനിക്ക് എന്തില്ല, പ്രത്യേകമായ അലാഖത്തില്ല. ഇസ്തിയാറത്തിന് ഒറ്റ അലാഖത്തുള്ളൂ, അതാണ് മുഷാബാത്ത്. മജാസ് മുർസലിന് നിശ്ചിത അലാഖത്തില്ല, ഏതുമാകാം. ഹാലിയത്തോ മഹല്ലിയത്തോ മുജാവറത്തോ വാലിയത്തോ ഹുല്ലിയത്തോ ഏതും ആകാം. ആയതുകൊണ്ട് നോക്കുക, നമുക്ക് എന്താ പേര് വെക്കാൻ കാരണം, അതൊരു കാരണം അത് തന്നെ. മുർസൽ പേരൊക്കെ അയച്ചിടപ്പെട്ടിട്ടാണ്, ഏത് ബന്ധവുമാകാൻ അയച്ചിടപ്പെട്ടുകൊണ്ടാണ് മുർസലിന് പേരിച്ചത് എന്ന് രണ്ടാമത്തെ ന്യായം വരുന്നുണ്ട്. ഇപ്പം തന്നെ തിരിയാൻ വേണ്ടിയാണ് ഇപ്പം തന്നെ പറഞ്ഞത്, അഞ്ഞ് ബാക്കി വായിച്ച്. വേറെ ന്യായം ആദ്യം പറയട്ടെ. ഇല്ലി അന്നഹു നിശ്ചയമായിട്ടും കാര്യം ഉർസില ഐ ഉത്ലിക ഇതിനെങ്ങട്ട് നിരുപാധികമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനെ തൊട്ട്? അൻ ഇദ്യാഇ അഴിച്ചിടപ്പെട്ടിരിക്കുന്നു. അൻ ഇദ്യാഇ അന്നൽ മുഷബ്ബഹ മിൻ ജിൻസിൽ മുഷബ്ബഹ ബിഹി മുഷബ്ബഹിന് ജിൻസിൽപ്പെട്ടതാണ് എന്ന ആ വാദത്തിനെ തൊട്ട് അഴിച്ചിടപ്പെട്ടിന്. ഇസ്തിയാരത്തിൽ ഉണ്ടാവുന്നതാണത്. ഇസ്തിയാരത്തിലൊക്കെ എന്തുണ്ടാവുന്നറിയോ? റായിത്തു അസദ യർമി, ഞാൻ അമ്പ ചെയ്യുന്ന ആരെ കണ്ടു? അസദിനെ കണ്ടു. അപ്പോൾ ഈ പറയുന്നവൻ വാദിക്കുകയാണ്, ഞാൻ കണ്ടത് ഏതെന്നെയാണ്? അസ്ദനെ തന്നെയാണ് കണ്ടത്, അസ്ദനോട് സാദൃശ്യമുള്ള റജുലിനല്ല കണ്ടത്, പിന്നെ അസ്ദനാണ്. അപ്പോൾ ഇയാൾ വാദിക്കുകയാണ്, ഞാൻ കണ്ട മുഷബ്ബഹായ ആ ആള് മുഷബ്ബിഹി തന്നെയാണ്, ശരിക്കും അസ്ദ് തന്നെയാണ് എന്ന് വാദിക്കുന്നൊരു ധ്വനി അവിടെ ഉണ്ടാവും, ഇസ്തിയാറത്തിൽ ഉണ്ടാവും. അങ്ങനത്തെ ഒരു വാദം ഇവിടെ ഉണ്ടാവില്ല, മജാസ് മുർസലിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതിന് മുർസൽ എന്ന് വിവരിച്ചത് എന്ന് ന്യായം. ഇനി വേറെ ന്യായം നേരത്തെ പറഞ്ഞത്, അതിൻ്റെ തക്കീരി അലാക്കത്തിൻ ഒരു നിശ്ചിത അലാക്കത്ത് കൊണ്ട് നിബന്ധന പറയുന്നത് തൊട്ട്. മറ്റൊരു മുഷാബാത്ത് എന്നുള്ള ഇസ്തിയാറത്തിൽ എന്തുണ്ട്? മുഷാബാത്താണ് ഒറ്റ നിശ്ചിത അലാക്കത്തുള്ളൂ. ഇതങ്ങനെയല്ല. ഇത് 25 കൊണ്ടുവന്നാൽ 25 എന്താക്കാം, നമുക്ക് അലാക്കത്തായി പരിഗണിക്കാം. ബിൽ ഇസ്തിയാറത്തിലേക്ക് മാറുക അലാക്കത്തുൽ മുഷാബാത്ത് പക്കത്ത്. ഇസ്തിയാറത്തിൽ അലാക്കത്ത് മുഷാബാ മാത്രമാണ്. ഏത് കഴിഞ്ഞു? ഇസ്തിയാറത്തി എന്ത് എന്നുള്ളത് കഴിഞ്ഞു. ഇസ്തിയാറത്തിനെ കിസ്മാക്കാൻ പോവുകയാണ്.